ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ലേൺ നൗ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടക്ടേഴ്സ് എന്താണെന്നും ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓൾറെഡി നമുക്കറിയാം കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ കണ്ടക്ടിങ് സംതിങ്, അല്ലെ? കണ്ടക്ടിങ് ഇലക്ട്രിസിറ്റി ഓർ കണ്ടക്ടിങ് ഹീറ്റ്, ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ഒരു മെറ്റീരിയൽ അതിന്റെ ഇലക്ട്രിസിറ്റിനെ അതിലൂടെ പോവാനായിട്ട് അലോ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെ എന്ത് പറയാം? ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഒരു ഇലക്ട്രിസിറ്റിനെ ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ കണ്ടക്ട് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതിന് ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്ന് പറയുന്നത്. ആ ഒരു മെറ്റീരിയലിന്റെ ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവുമല്ലോ, ആ ഒരു ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ പറയുന്ന ടേമാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാം, അല്ലെ? ഇപ്പൊ നോക്കൂ, നമുക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്, അല്ലെ? ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഒരു കണ്ടക്ടറിലൂടെ നമുക്ക് ഒരു ഇലക്ട്രോൺസുകളുടെ ഫ്ലോ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് ടേംഡ് ആസ് ഇലക്ട്രിക് കറന്റ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന ബേസിക് കാര്യങ്ങളാണ്, അല്ലെ? അപ്പൊ നമുക്ക് ആ ഒരു കണ്ടക്ടറിലൂടെ ആ ഒരു ഇലക്ട്രിസിറ്റിനെ ഫ്ലോ ചെയ്യിക്കാൻ ആവശ്യം വരുന്ന അല്ലെങ്കിൽ ആ ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്നതിന് ആവശ്യമായ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു, അതിനെയാണ് നമ്മൾ പറയുന്നത് അതിന്റെ വോൾട്ടേജ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു കണ്ടക്ടറിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയേണ്ട ചില കാര്യങ്ങളാണ്. ഇനി നമുക്കറിയാം മെയിൻ ആയിട്ട് നമുക്ക് 3 ടൈപ്സ് ഓഫ് മെറ്റീരിയലുകളാണ് വരുന്നത്. ഒന്ന് കണ്ടക്ടേഴ്സ് വരുന്നുണ്ട്, സെമി കണ്ടക്ടേഴ്സ് വരുന്നുണ്ട്, ഇൻസുലേറ്റേഴ്സ് വരുന്നുണ്ട്, അല്ലെ? ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ നോട്ട് അലോയിങ് ഓർ ദേ ആർ നോട്ട് കണ്ടക്ടിങ് എനിത്തിങ്, അല്ലെ? ഒന്നിനെയും തന്നെ കണ്ടക്ട് ചെയ്യാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയലുകളെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ബാൻഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദി കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്, അല്ലെ? ഈ വാലൻസ് ബാൻഡിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസുകൾ കണ്ടക്ഷൻ ബാൻഡിൽ എത്തിയാൽ മാത്രമാണ് നമുക്ക് അവിടെ കണ്ടക്ഷൻ ഉണ്ടാകുന്നുള്ളൂ, അല്ലെ? അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുകൊണ്ടാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ പുവർ കണ്ടക്ടേഴ്സ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. ഇൻ കമ്മിങ് ടു ദ സെമി കണ്ടക്ടറിലേക്ക് വരുമ്പോൾ എന്താണ്? ഇവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ ആണ്, അല്ലെ? ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനുമാണ് ബിറ്റ്വീൻ ആയിട്ടാണ് നമുക്ക് സെമി കണ്ടക്ടേഴ്സിന്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി വരുന്നത്. അതുകൊണ്ട് തന്നെ കമ്പയറിംഗ് വിത്ത് ഇൻസുലേറ്റേഴ്സ് ദേ ആർ കണ്ടക്ടിങ് ആണ്, അല്ലെ? ഒരു പരിധി വരെ നമ്മൾ ചിലപ്പോൾ ഡോപ്പിംഗ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്കിവിടെ വരുന്നത്? കണ്ടക്ഷൻ ഒക്കെ ആകുന്നുണ്ട്. ഓക്കെ, എന്നാൽ കമ്മിങ് ടു കണ്ടക്ടേഴ്സ്, ഇവർ തമ്മിലുള്ള ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറഞ്ഞാൽ 0 ആണ്. ബിക്കോസ് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പിംഗ് ആണ് ഇവിടെ, അല്ലെ? അതുകൊണ്ട് തന്നെ എന്താണ്? ഈസി ആയിട്ട് നമുക്ക് ഇലക്ട്രോൺസുകൾക്ക് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ പോയിന്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവ വളരെ ഗുഡ് കണ്ടക്ടിങ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കണ്ടക്ടിങ് ഓഫ് തെർമൽ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം, അല്ലെ? ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നതിനെ നമുക്ക് കണ്ടക്ടർ എന്നാണ് പറയുന്നത്, ഗുഡ് കണ്ടക്ടർ ഓഫ് തെർമൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കണ്ടക്ടറിന്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുകയാണെങ്കിൽ ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യുന്നു? വാലൻസ് ബാൻഡിൽ നിന്നും ഈസി ആയിട്ട് നമുക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താകും? ഇലക്ട്രോണുകളുടെ ഫ്രീ മൂവ്മെന്റ് നമുക്ക് രണ്ട് ബാൻഡുകൾ തമ്മിൽ ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് ആയിട്ട് എന്താണ്? അതിന്റെ കണ്ടക്ടിവിറ്റി, ആ ഒരു മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഈ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ആ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയലുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ടൈപ്പുകളിലേക്ക് നോക്കാം. മെയിൻ ആയിട്ട് നമുക്ക് 4 ടൈപ്പ് ഓഫ് കണ്ടക്ടേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? മെറ്റൽ കണ്ടക്ടേഴ്സ്. എന്താണ് മെറ്റൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ കണ്ടക്ടേഴ്സും തന്നെ എന്താണ്? മെറ്റലുകളാണ്, അല്ലെ? അതെങ്ങനെയാണ് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്? മെറ്റലുകൾ കൊണ്ടായിരിക്കും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കണ്ടക്ടറുകളും നിർമ്മിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? മെറ്റൽ എന്ന് പറയുന്നത് വളരെ ഒരു ഗുഡ് കണ്ടക്ടർ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ വീടുകളിലൊക്കെ അല്ലെങ്കിൽ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് അതിനുള്ളിലുള്ള ഒരു കോപ്പർ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെ? കോപ്പർ അല്ലെങ്കിൽ അതിന്റെ ഒരു അലോയ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എന്താണ്? കോപ്പർ ഇസ് എ ഗുഡ് കണ്ടക്ടർ ആസ് വെൽ ആസ് ഇറ്റ് ഇസ് എ മെറ്റൽ ആണ്, അല്ലെ? അതേപോലെ ഇലക്ട്രിക് പ്ലഗ്സ് അതിന്റെ മെറ്റൽ ആണ് നമ്മൾ അതിന്റെ ഇൻസൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇന്റേണൽ മെക്കാനിസം എന്ന് പറയുന്ന ഇലക്ട്രിക് അയേൺസുകളൊക്കെ നമുക്ക് ആ ഒരു മെറ്റലുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിസിറ്റിനെ ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഈ മെറ്റലുകളിൽ നമുക്ക് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു മൊബിലിറ്റി എന്താകുന്നു? ആ ഒരു ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ആ ഒരു ക്യാപ്പബിൾ എന്താണ്? കൂടുതലാണ് നമുക്ക് ഈ മെറ്റലുകൾ വരുന്നത്. ഓക്കെ,
അപ്പൊ നമുക്ക് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള കുറച്ച് മെറ്റലുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് സിൽവർ Ag, അതുപോലെ തന്നെ കോപ്പർ Cu, ഗോൾഡ് Au, ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ ഹൈ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റലുകളാണ്. ഓക്കെ, അപ്പൊ മെറ്റലിൽ നമുക്ക് എന്താ പറയുന്നത്, മോർ ഫ്രീ ഇലക്ട്രോൺസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ കണ്ടക്ടിവിറ്റി കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ ഇലക്ട്രോൺസുകൾ, ഫ്രീ ഇലക്ട്രോൺസുകൾ ഒരു മെറ്റീരിയലിൽ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്, ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ ഹൈ കണ്ടക്ടിവിറ്റി ഉള്ളതാണ്, അല്ലെ? അപ്പൊ സിൽവറിന് നമുക്ക് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. എന്നാൽ അത് ഏതിനേക്കാൾ വെച്ച് നോക്കുമ്പോൾ, കോപ്പറും ഗോൾഡും ഒക്കെ വെച്ച് നോക്കുമ്പോൾ, കമ്പയറിംഗ് വിത്ത് ദീസ് കോപ്പർ ആൻഡ് ഗോൾഡ്, സിൽവറിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, കൂടുതൽ ആണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ, സർക്യൂട്ടുകളിൽ, ഹൗസ് ഹോൾഡ് എക്യുപ്മെന്റുകളിലൊക്കെ നമ്മൾ ഏതായിരിക്കും, സിൽവർ ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അലുമിനിയം എന്ന് പറയുന്നത് എന്താണ്, ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള കണ്ടക്ടർ ആണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ടർ ആണ്. ഇതിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കോപ്പറിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് ചില വീടുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന കോപ്പറുമായിട്ട് കൺജങ്ഷൻ ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഈ ഒരു അലുമിനിയം മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, മെറ്റൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്, ടൈപ്സ് ഓഫ് മെറ്റൽ കണ്ടക്ടേഴ്സ്. ഇനി അടുത്തൊരു സെക്കൻഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നോൺ മെറ്റൽ കണ്ടക്ടേഴ്സ്. നോൺ മെറ്റൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും, മെറ്റൽ അല്ലാത്ത കണ്ടക്ടറുകൾ ഏതാണോ അതിനെയാണ് നോൺ മെറ്റൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ ഏതാണ്, ഗ്രാഫൈറ്റ് ആണ്, അല്ലെ? ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റൽ അല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. സോ അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് നോൺ മെറ്റൽസുകളും കണ്ടക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, നോൺ മെറ്റൽ കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ മെയിൻ ഒരു എക്സാമ്പിൾ ഏതാന്ന് ചോദിച്ചാൽ ഒരു അലോട്രോപ്പ് ആണ്, കാർബണിന്റെ ഒരു അലോട്രോപ്പ് ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അതൊരു നോൺ മെറ്റൽ കണ്ടക്ടേഴ്സ് ആണ്. അപ്പൊ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ മെറ്റാലിക് സബ്സ്റ്റൻസ് ആണ്. അവിടെ എങ്ങനെയാണ്, ഒരു ലെയേർഡ് സ്ട്രക്ചർ ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസുകൾ ഉണ്ട്. അപ്പൊ ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസുകളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കണ്ടക്ടിവിറ്റി ഓഫ് കറന്റ്, അല്ലെ? കറന്റിനെ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്, അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫ്രീ ഇലക്ട്രോൺസുകളാണ്. ഓക്കെ, അടുത്തൊരു ടൈപ്പ് ഓഫ് കണ്ടക്ടർ ആണ് അയോണിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അയോണിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സൊല്യൂഷൻ ഉള്ള കണ്ടക്ടർ ആയിരിക്കും. ഓക്കെ, കണ്ടക്ടേഴ്സ് ദാറ്റ് ആർ ഇൻ സൊല്യൂഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അയോണിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് മെയിൻ ഒരു എക്സാമ്പിൾ ഏതാണെന്ന് വെച്ചാൽ സോൾട്ട് വാട്ടർ ആണ്. ഓക്കെ, അതൊരു അയോണിക് ലിക്വിഡ് ആണ്, ഒരു ഗ്രേറ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോൾട്ട് വാട്ടർ ആണ്. ഓക്കെ, അടുത്തൊരു മെയിൻ ക്ലാസിഫിക്കേഷൻ ഏതാന്ന് ചോദിച്ചാൽ സൂപ്പർ കണ്ടക്ടർ ആണ്. ഓക്കെ, അപ്പൊ കണ്ടക്ടറിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ ഏതാന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് പറയേണ്ടത് ഏതാണ്, സൂപ്പർ കണ്ടക്ടർ ആണ്. ഓക്കെ, അപ്പൊ ഒരു സൂപ്പർ കണ്ടക്ടർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഒരു സെർട്ടൈൻ ടെമ്പറേച്ചറിന് ബിലോ ആ ടെമ്പറേച്ചറിലേക്ക് ഈ ഒരു മെറ്റീരിയലിനെ അല്ലെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസിനെ കൂൾ ചെയ്യിക്കുമ്പോഴാണ് അതൊരു ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗുഡ് കണ്ടക്ടർ ആയിട്ട് വരികയുള്ളൂ. അപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന്. ഓക്കെ, ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമുക്ക് വരുന്നുണ്ടാകും. അതിന് ഡിനോട്ട് ചെയ്യുന്നത് TC എന്നുള്ള ഒരു ലെറ്ററിലാണ്. ഈ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് ബിലോ ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ ബിലോ ആയിട്ട് നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ കൊണ്ടുവരികയാണെങ്കിൽ, ആ ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതൊരു സൂപ്പർ കണ്ടക്ടർ ആണെന്ന് പറയാൻ പറ്റും. ഒരു എക്സാമ്പിളുകളാണ് നമുക്ക് വരുന്നത്, മഗ്നീഷ്യം എക്സാമ്പിൾ ആണ് സൂപ്പർ കണ്ടക്ടറിന്റെ, നിയോബിയം, യിട്രിയം, ബേരിയം ആൻഡ് അയൺ ബേസ്ഡ് കോമ്പൗണ്ട്സ്, ഇതൊക്കെ നമുക്ക് എന്താണ്, സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിളുകളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു സബ്സ്റ്റൻസിന്റെ, ഓരോ സബ്സ്റ്റൻസിനും ഡിഫറെന്റ് ആയിരിക്കും അതിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറുകൾ വരുന്നത്. അതിന്റെ ബിലോ ആ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ സൂപ്പർ കണ്ടക്ടർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ സൂപ്പർ കണ്ടക്ടറിൽ വരുന്ന രണ്ട് ടൈപ്പുകളാണ് വരുന്നത്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറും അതുപോലെ തന്നെ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറും ആണ് വരുന്നത്. അപ്പൊ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കണ്ടക്റ്റീവ് എലമെന്റുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ മെറ്റീരിയൽസ് എങ്ങനെയാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ വയറിംഗ്, കമ്പ്യൂട്ടർ ചിപ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 0.000325 ഡിഗ്രി കെൽവിൻ മുതൽ 7.2 കെൽവിൻ വരെ നമ്മൾ കൂൾ ചെയ്യിക്കണം. ഓക്കെ, എന്നാലാണ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് ആവുകയുള്ളൂ. അപ്പൊ ചില ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹൈ പ്രഷറും ആവശ്യം വരുന്നുണ്ട് ഇതിലേക്ക്. അതൊരു സൂപ്പർ കണ്ടക്റ്റീവ് ആകണമെങ്കിൽ എക്സ്ട്രീം ഹൈ പ്രഷറും കൂടി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ സൾഫർ, അതിന് ഏകദേശം 9.3 മില്യൺ അറ്റ്മോസ്ഫിയർ ATM പ്രഷർ നമ്മൾ അതിലേക്ക് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, 17 ഡിഗ്രി K മുതലാണ് ആ ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റി കിട്ടണമെങ്കിൽ. അതായത് ഓരോ എലമെന്റുകളുടെയും ഹാഫ് ഓഫ് ദ പീരിയോഡിക് ടേബിളിൽ വരുന്ന ആ ഒരു ഹാഫ് ഓഫ് ദ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത്
ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. ഇത് എങ്ങനെയായിരിക്കും? മെറ്റാലിക് കോമ്പൗണ്ടുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലൈക്ക് ലെഡ്, കോപ്പർ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ മെറ്റീരിയൽക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിനേക്കാൾ ഹയർ ആയിരിക്കണം. അതായത് അൺലൈക്ക് സൂപ്പർ കണ്ടക്ടർ 1 പോലെ തന്നെ ഇതിന്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമുക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഇത് പെനിട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് ഈ ഒരു ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിന് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ 2 ടൈപ്സുകൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസുകൾ നമുക്ക് നോക്കാം അല്ലെ. കണ്ടക്ടേഴ്സിന് എങ്ങനെയാണ്? ഫ്രീ ഇലക്ട്രോൺസുകൾ ഒരുപാട് ഉണ്ടാകണം, എന്നാലേ കണ്ടക്ടിവിറ്റി നമുക്ക് ഹൈ ആക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കണ്ടക്ടേഴ്സ് ഇലക്ട്രോൺസുകളെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വളരെ സ്മോൾ ലിറ്റിൽ റെസിസ്റ്റൻസിലൂടെ മൂവ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡിഫറൻസ് വരാനായിട്ട് പാടില്ല. ദർ ഇസ് നോ പോസിബിലിറ്റി ആണ് വേണ്ടത്. അതുപോലെ തന്നെ കണ്ടക്ടേഴ്സിന്റെ സർഫേസ് മാത്രമായിരിക്കണം കറന്റിനെ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു കറന്റ് അപ്ലൈ ചെയ്യുമ്പോൾ സർഫേസിലൂടെ മാത്രമാണ് നമുക്ക് കറന്റ് പാസ് ചെയ്യേണ്ടത് അല്ലെ. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്ന മെയിൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം കണ്ടക്ടേഴ്സും ഉണ്ട് ഇൻസുലേറ്റേഴ്സും ഉണ്ട്. അവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടക്ടേഴ്സ് എന്താ ചെയ്യുന്നത്? കറന്റിനെ ഈസി ആയിട്ട് പാസ് ചെയ്യുന്നു. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഡസ് നോട്ട് അലോ ആണ്. ഇവിടെ നമുക്ക് എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് അതിന്റെ സർഫേസിൽ നമുക്ക് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് കറന്റ് ഈസി ആയിട്ട് പാസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇലക്ട്രോൺസുകളുടെ എക്സിസ്റ്റൻസ് നമുക്ക് ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ എനർജി എന്താ സ്റ്റോർ ചെയ്യുന്നില്ല. ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്താലും ഇത് എനർജി സ്റ്റോർ ചെയ്യുന്നില്ല. പക്ഷെ ഇതെന്താണ്? സ്റ്റോർസ് എനർജിയാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നത്? എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റിയും വളരെ ഹൈ ആണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാലും അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റിയും ഹൈ ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്? ഇൻസുലേറ്റേഴ്സിൽ വളരെ ലോ ആണ്. അപ്പൊ കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? വളരെ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഹൈ റെസിസ്റ്റൻസ് ആണ് ഇൻസുലേറ്റേഴ്സിൽ വരുന്നത്. എക്സാമ്പിളുകളാണ് കോപ്പർ, അലുമിനിയം, മെർക്കുറി, അയേൺ. ഇതൊക്കെ നമുക്ക് കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിളുകളാണ്. ഇവിടെ നമുക്ക് ഇൻസുലേറ്റേഴ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? വുഡ്, പേപ്പർ, ഗ്ലാസ്, സെറാമിക്സ് ഇതൊക്കെ നമുക്ക് ഇൻസുലേറ്റേഴ്സിന്റെ എക്സാമ്പിളുകളാണ്. മെയിൻ ആയിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ഡിവൈസസ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയാണ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇലക്ട്രിക്കൽ ഡിവൈസസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കണ്ടക്ടേഴ്സും അതിന്റെ ഡിഫറെന്റ് ടൈപ്സുകളെയും കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.